The greatest enemy of knowledge is not ignorance. It is the illusion of knowledge. അറിവിൻ്റെ ഏറ്റവും വലിയ ശത്രു അറിവില്ലായ്മയല്ല, അറിവുണ്ട് എന്ന മിഥ്യാധാരണയാണ്. കയ്യിൽ വരുന്ന പൈസ വന്നതിലും വേഗത്തിൽ കൈവിട്ടു പോകുന്ന, കൈവിട്ടു പോയ പലരെയും നമുക്കറിയാം. അത്തരം 1-2 സിറ്റുവേഷൻസിൽ വളരെ വിഷമത്തോടെ മുന്നിൽ ചെന്നിരുന്നപ്പോൾ എൻ്റെ ഗുരുനാഥൻ എനിക്ക് നൽകിയ ചില വളരെ ലളിതമെന്ന് തോന്നുന്ന, എന്നാൽ ജീവിതം കെട്ടുറപ്പാക്കാൻ മറ്റൊന്നും തേടി പോകേണ്ട ആവശ്യമില്ലാത്ത ചില മണി മാനേജ്മെൻറ്റ് ലെസൺസ് ഇന്ന് പറയാം. കുഞ്ഞെ, പലർക്കും പഠിക്കാൻ പ്രയാസമുള്ള ഒരു ലളിതമായ സത്യം പറയട്ടെ. പണം മിച്ചം വെക്കാനുള്ള ഏറ്റവും നല്ല സമയം പൈസ നമ്മുടെ കയ്യിലുള്ളപ്പോഴാണ്. എത്ര സിമ്പിളായ സത്യം അല്ലേ? പക്ഷേ ഇത് മറന്നു പോകുന്നവരല്ലേ നമ്മളിൽ പലരും. അദ്ദേഹം തുടർന്നു, പലരും അവരുടെ കയ്യിലെ പണത്തിൻ്റെ അവസാനം എത്തുന്നതുവരെ അത് ശ്രദ്ധിക്കുന്നില്ല. ഇതേ തെറ്റ് നമ്മുടെ ജീവിതത്തിലും ചെയ്യുന്നു. ജീവിതത്തിൻ്റെ നല്ല ഭാഗം കഴിയും വരെ സമയത്തിൻ്റെ വില അറിയുന്നില്ല. വൈകി വരുന്ന വിവേകം വളരെ വൈകി എന്ന് മാത്രം തിരിച്ചറിയുന്നു. നിനക്കറിയാമോ, ജ്ഞാനിയായ ഒരു വ്യക്തിക്ക് അവരുടെ തലയിൽ പണമുണ്ടാകണം, പക്ഷേ അവരുടെ ഹൃദയത്തിൽ വേണ്ടേ വേണ്ട. മനസ്സിലായില്ല സാർ? പറയാം. ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുത്താൻ ദൈവം സൃഷ്ടിച്ച ഏറ്റവും മികച്ച ഒരു ഉപകരണമാണ് പണം. അതല്ലേ അറിവുള്ളവർ തമാശയായി പറയുന്നതാണെങ്കിൽ പോലും സത്യമായ ഈ ഫ്രൈസ് മണി ഈസ് റിലേറ്റീവ്. അതിൻ്റെ അർത്ഥം വേറെയാണെങ്കിലും ഇപ്പോൾ നാട്ടുനടപ്പ് ഇങ്ങനെയല്ലേ? എത്ര കൂടുതൽ പണമുണ്ടോ അത്രയും ബന്ധുക്കളും കൂടും. ദ മോർ മണി യു ഹാവ്, ദ മോർ റിലേറ്റീവ്സ് യു ഹാവ്. ഗുരു ഒന്ന് ചിരിച്ച ശേഷം തുടർന്നു, ഒരാളുടെ മിടുക്കളക്കേണ്ടത് പണമുണ്ടാക്കുന്നതിലല്ല, അത് സൂക്ഷിക്കുന്നതിലാണ്. എനിക്ക് വീണ്ടും സംശയം. സർ, ഒന്നുകൂടി വിശദീകരിക്കാമോ? പിന്നെന്താ? നമ്മുടെ ജീവിതം ശരിയായ പാതയിൽ നിലനിർത്താൻ വികാരങ്ങൾ പോലെ നിയന്ത്രിക്കേണ്ട ഒന്നാണ് പണവും. അരിസ്റ്റോട്ടിലല്ലേ പറഞ്ഞത്, ഭാവിയിൽ നമുക്ക് ആവശ്യമുള്ളത് ലഭിക്കുമെന്നതിൻ്റെ ഒരു ഉറപ്പാണ് പണം. നമുക്ക് ഇപ്പോൾ ഒന്നും ആവശ്യമില്ലെങ്കിലും ഒരു പുതിയ ആഗ്രഹം ഉണ്ടാകുമ്പോൾ അത് തൃപ്തിപ്പെടുത്താനുള്ള സാധ്യത പണം ഉറപ്പാക്കുന്നു. 100% ശരിയാണ് സാർ. അത് നന്നായി അറിയാവുന്ന ആളാണ് റോബർട്ട് കിയോസാക്കി. അദ്ദേഹം പറഞ്ഞത് എത്ര ശരിയാണ്. നിങ്ങൾ എത്ര പണം സമ്പാദിക്കുന്നു എന്നതല്ല, നിങ്ങൾ എത്ര പണം സൂക്ഷിക്കുന്നു, അത് നിങ്ങൾക്കായി എത്ര കഠിനാധ്വാനം ചെയ്യുന്നു, എത്ര തലമുറകൾക്കായി നിങ്ങളത് സൂക്ഷിക്കുന്നു എന്നതാണ് പണത്തിന് മൂല്യമുണ്ടാക്കുന്നത്. സമ്മതിച്ചു സാറേ, സമ്മതിച്ചു. പക്ഷേ ഇതൊക്കെ എത്ര പേര് മനസ്സിലാക്കുന്നു? നമ്മുടെ പണത്തിന്മേൽ നമ്മൾ കഴിയും വേഗം നിയന്ത്രണം നേടണം. ഇല്ലെങ്കിൽ അതിൻ്റെ അഭാവം നമ്മളെ ജീവിതാവസാനം വരെ നിയന്ത്രിക്കും. കേട്ടിട്ടില്ലേ? ഇഫ് വി കമാൻഡ് അവർ വെൽത്ത്, വി ഷാൽ ബി റിച്ച് ആൻഡ് ഫ്രീ. ഇഫ് അവർ വെൽത്ത് കമാൻഡ്സ് അസ്, വി ഷാൽ റിമെയിൻ പുവർ ഫോർ എവർ. എല്ലാ കാലവും നമ്മുടെ പൈസ നമ്മുടെ വാക്ക് കേട്ടാൽ നാം സമ്പന്നരും സ്വതന്ത്രരുമാകും. എന്നാൽ നമ്മുടെ പണം നമ്മോട് എന്തു ചെയ്യണം, എന്തു ചെയ്യരുത് എന്ന് കൽപ്പിക്കുന്നുവെങ്കിൽ നമ്മൾ തീർച്ചയായും ദരിദ്രരാണ്. അപ്പോൾ എന്തൊക്കെ തിരുത്തണം സാർ?
ഏറ്റവും ആദ്യം ഇതറിയണം. ചെയ്യാൻ സാധിക്കുമെങ്കിൽ മടിക്കാതെ ചെയ്യണം. നിങ്ങൾക്ക് പണമുണ്ടാവുന്നതിന് മുമ്പ് ഒരിക്കലും ചെലവഴിക്കരുത്. എന്ന് വെച്ചാൽ എന്താണ് സാർ? കടം വാങ്ങിയുണ്ടാക്കിയ പല ബിസിനസ്സും ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? ജെറ്റ് എയർവേസ്, കിങ്ഫിഷർ ഒക്കെ നല്ല ഉദാഹരണമല്ലേ? പിന്നെ പണത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാനുള്ള ഒരേയൊരു മാർഗം അത് വലിയ അളവിലുണ്ടായിരിക്കുക എന്നതാണ്. അതുണ്ടാക്കി തുടങ്ങുക ഇപ്പോൾ മുതലെങ്കിലും. കേട്ടിട്ടില്ലേ സൈക്കോളജി ഓഫ് മണി എന്ന നല്ല പുസ്തകം പറഞ്ഞത്? സമ്പന്നനാകാൻ വേണ്ടി സമ്പാദിക്കൂ, സമ്പന്നനാകാം. ഒരു കള്ളച്ചിരിയോടെ സാർ ഇങ്ങനെ പറഞ്ഞു നിർത്തി, നമ്മുടെ പണം ഇരട്ടിയാക്കാനുള്ള ഏറ്റവും വേഗതയേറിയ മാർഗം അത് പകുതിയായി മടക്കി നമ്മുടെ പിൻപോക്കറ്റിൽ ഇടുക എന്നതാണ്. The quickest way to double our money is to fold it in half and put it in our back pocket. അത് ഒന്നുകൂടി പറയാമോ സാർ? പിന്നെന്താ, കടം കൊടുത്ത് ശത്രുവിനെ ഉണ്ടാക്കണോ എന്ന് തീരുമാനിക്കുക. കടം വാങ്ങിയും. ഇന്നത്തെ ദിവസം അർത്ഥപൂർണമായില്ലേ? താങ്ക് യു വെരി മച്ച്.